ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ ലവ് സ്റ്റോറിയാണ്. അപ്പം എങ്ങനെ തുടങ്ങാണ്ട്, ഞാൻ അമ്മുക്കുട്ടനായിട്ട് റിലേഷൻഷിപ്പിലായത് ഇൻസ്റ്റാഗ്രാം വഴി. അമ്മുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ വൈഫ്. ഓക്കെ, ഒറിജിനൽ നെയിം അഭിരാമി എന്നാണ്. ഞാൻ വിളിക്കണത് അമ്മുക്കുട്ടൻ എന്നാണ്. അമ്മുക്കുട്ടനെ കണ്ടിട്ടില്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ഫോട്ടോ കണ്ടിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടത്തിലായത്. ഇപ്പോൾ പലരും ചോദിക്കുമായിരിക്കും, ഫോട്ടോ കൊണ്ട് എങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുന്നത്, അവർ പിന്നെ എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കും, അങ്ങനെയൊക്കെ പലരും ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ഡെയിലി എൻ്റെ കസിനാണ് അവളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അപ്പം ഇപ്പോൾ അവളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഇഷ്ടത്തിലാവുന്ന സമയത്ത് അവൾ കോളേജിൽ പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഡെയിലി അവരിങ്ങനെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അപ്പോൾ ആ സ്റ്റാറ്റസ് കണ്ട് എനിക്ക് ക്രഷ് അടിച്ച് ഞാൻ ഇങ്ങനെ അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് അയച്ചു. ജസ്റ്റ് ഒന്ന് കോഴിയാകാമെന്ന് വിചാരിച്ചു, നമ്മൾ എഫേർട്ട് എടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു റിക്വസ്റ്റ് അയച്ചപ്പോൾ അവൾ സ്വാഭാവികം റിജക്റ്റ് ചെയ്ത് വിട്ട്. ഞാൻ വീണ്ടും അയച്ചു നാണമില്ലാതെ, എന്നിട്ട് റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ കസിൻ, പിന്നെ ഞാൻ കുറച്ച് മാസത്തേക്ക്, അതായത് ഇഷ്ടത്തിലാവണേന് 3-4 മാസത്തിന് മുന്നെയാണ് ഞാൻ റിക്വസ്റ്റൊക്കെ അയക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. പിന്നെ എന്തായാലും എങ്ങനെ ഒരാളെ ഇത്രയും ഫോഴ്സ് ചെയ്ത് ശല്യം ചെയ്യണ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ പുറകെ പോയില്ല. പിന്നെ നോക്കിയപ്പം ഇടയ്ക്ക് വെച്ച് എൻ്റെ കസിൻ വീണ്ടും, കസിൻ്റെ പേര് ഞാൻ പറയില്ല കേട്ടോ, കാരണം കസിൻ അവളും എന്നെ കൊല്ലും, കസിൻ്റെ അമ്മയും എന്നെ അടിച്ചോട്ടിക്കും. അതുകൊണ്ട് ഞാൻ പേര് പറയത്തില്ല. കസിൻ്റെ സ്റ്റാറ്റസ് കണ്ട് വീണ്ടും സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും ആ ക്രഷ് എന്നുള്ളതൊരു കണ്ടൊരു ഇഷ്ടത്തിലോട്ട് അത് തുടങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആ സിംഗിളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം എൻ്റെ കസിൻ ചോദിക്കുകയാണ്, എന്താണ് നിനക്കൊരു ഇളക്കമെന്ന്. പിന്നെ സ്വാഭാവികം ഞാൻ അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒന്ന് അമ്മുക്കുട്ടൻ്റെ അടുത്തൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറയുമോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് വീണ്ടും ഇട്ടായിരുന്നു. പിന്നെ അവൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അവളുടെ അടുത്ത് ചോദിച്ചിട്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. എന്നെപ്പറ്റി ഒരു ധാരണ അവൾക്ക് ഉണ്ടായിരുന്നു, മീൻസ് അവൾ പറഞ്ഞൊക്കെ അറിയാം. അതുകൊണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹായ് അഭിരാമി എന്നുള്ള മെസ്സേജ്, ഹായ് അഭിരാമിയിൽ അവിടെ തിരിച്ചെനിക്ക് ഹായ് എന്ന് റിപ്ലൈ തന്നാൽ ഞാൻ വെറുതെ വിടുമോ? ഞാൻ പിന്നെ അതിൽ പിടിച്ചെന്ന് കയറി. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസാണ്. ഇവിടത്തിന് 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ. അപ്പം UK ഇപ്പം 3:30 ആകുമ്പം അവിടെ 8:30. ആ ഒരു ടൈമിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് അവൾ കോളേജിൽ പോകാൻ വേണ്ടി ബസ്സിൽ പോകുന്ന ടൈമിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അങ്ങനെ ആദ്യമൊക്കെ മെസ്സേജ് റിപ്ലൈ വരാനൊക്കെ സ്ലോ ആക്കിയത്. പക്ഷേ പയ്യെ നോക്കിയപ്പോൾ അവൾ എനിക്ക് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവൾ പെട്ടെന്ന് എനിക്ക് റിപ്ലൈ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ ഓരോ വളിച്ച കോമഡിക്കൊക്കെ ഇരുന്ന് ചിരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം എനിക്കൊരു കുറച്ച് മോട്ടിവേഷനൊക്കെ വന്നു തുടങ്ങി. കിട്ടും, ഞാൻ സ്വന്തമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ കൂടുതൽ പ്രതീക്ഷിക്കാനും പറ്റില്ല, കാരണം ചിലപ്പം നമ്മുടെ എല്ലാം എൻ്റെ തോന്നലാണോ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് വിട്ട് നിൽക്കും. കാരണം വിഷമിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു ഗ്യാപ്പ് വയ്ക്കും. അതുകൊണ്ട് ലാസ്റ്റ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷയൊക്കെ വന്ന് തുടങ്ങി. എന്നാലും അവൾ വിട്ട് തരലില്ല. പിന്നെ അവളെ ബർത്ത്ഡേ വരുമായിരുന്നു. ആ ഒരു ടൈമൊക്കെയാണ്. ബർത്ത്ഡേ വരണ ടൈമിൽ 1 മന്ത് കഴിഞ്ഞ്, നമ്മൾ മിണ്ടി തുടങ്ങിയിട്ട് 1 മന്ത് ആയപ്പം അവളെ ബർത്ത്ഡേ പറയും. ആ ടൈമിൽ ഞാൻ സർപ്രൈസായിട്ട് എൻ്റെ കസിനെ കൊണ്ട് ഒരു കേക്ക് മേടിച്ച് മുറിപ്പിച്ച് ആ ടൈമിൽ അവൾ ഇമ്പ്രസ്ഡായി ഞാനായിട്ട്. കാരണം ഇതുവരെ കാണാത്ത
നേരിട്ട് കണ്ടിട്ടുമില്ല, നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്യാത്ത ഒരാൾ, ഓപ്പോസിറ്റിരിക്കുന്ന ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ കേക്കൊക്കെ മേടിച്ച് ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്ത് മുറിക്കാൻ പോയൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവളതിൽ ഇൻട്രസ്റ്റഡായി, ഞാനും അങ്ങനെ ഞാനും കുറേ ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. അവൾ നല്ല സന്തോഷിച്ചവൾ നല്ല ചിരിച്ചുകൊണ്ട് തന്നെ കേക്കൊക്കെ മുറിച്ച്, ഞാനും ഹാപ്പി. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ ഇടാം. പിന്നെ കേക്കൊക്കെ മുറിച്ച് പിന്നെ അതിനുശേഷം കുറച്ചുകൂടെ ക്ലോസായി, സംസാരിച്ച് നല്ലോണം കുറച്ചുകൂടെയൊക്കെ നല്ലോണം സംസാരിച്ചു തുടങ്ങി. അതിന് മുന്നേ സംസാരിക്കുമായിരുന്നു കേട്ടോ, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം അവൾക്ക് കുറച്ചുകൂടെ എൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയ പോലെ എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, പറയാൻ പറ്റില്ല. ആ സമയത്ത് എൻ്റെ തോന്നലല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമുക്ക് ആ സമയത്ത് ഒരു ചെറിയ ഇത് തുടങ്ങിയായിരുന്നു ചെറുതായിട്ട്, പക്ഷെ അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെസ്സേജ് അയച്ച് തുടങ്ങി. എപ്പോഴും ചിരിയാണ്. അതായത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ഇപ്പം പാർട്ട്ണറിനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചിരി വരുമില്ലേ, ആ ഒരു ചിരി 2 പേർക്ക് വന്നു തുടങ്ങി. അവൾ സത്യം പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇഷ്ടത്തിലായതിനു ശേഷം ഇങ്ങനെ എല്ലാം പറയുമായിരുന്നു. അപ്പോൾ എന്തിനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഞാൻ തന്നെയൊക്കെ ചിരിച്ചു പോകും. അതേപോലെ അവളും ബസ്സിലിരുന്നിട്ട് തന്നെ ചിരിക്കും. ഈ നാട്ടുകാരൊക്കെ നോക്കും ഈ പെണ്ണ് വട്ടാണെന്നെല്ലാം നോക്കും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. നമ്മളിങ്ങനെ ചിരിച്ച് ഇങ്ങനെ എന്നും മെസ്സേജ് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഞാൻ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ഇതിലെത്തി. എന്നിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തു. പക്ഷേ ഞാൻ പ്രപ്പോസ് ചെയ്ത കുറച്ച് കടന്ന വാക്കുകളായിരുന്നു. ഞാൻ പറഞ്ഞു വിൽ യു ബി മൈ ചിൽഡ്രൻസ് മദർ എന്ന് പറഞ്ഞു. കുറച്ച് കടന്നതായിരുന്നു, പക്ഷേ അവൾ ഞാൻ തമാശ രീതിയിലങ്ങ് പ്രപ്പോസ് ചെയ്ത്. അവൾ ആ സമയത്ത് കുറേ ചിരിച്ച്. എന്നിട്ട് അവൾ പറഞ്ഞ് 1 month വെയിറ്റ് ചെയ്യും, എന്നിട്ട് യെസ് ആണോ നോ ആണോ എന്ന് പറയാമെന്ന് പറഞ്ഞു. 1 month എത്ര നാൾ വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു യെസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു. പക്ഷേ അവൾ വിട്ടു തരാനില്ല, നോ ആയിരിക്കാൻ ചാൻസ് ആണ്, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറ്റിയെടുത്തായിരുന്നു. പക്ഷേ എനിക്കൊരു ഹോപ്പും തന്നില്ലായിരുന്നു പിന്നെ അവൾ. അപ്പം പിന്നെ വീഡിയോ കുറച്ച് ലെങ്തായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ പറഞ്ഞതും എൻഗേജ്മെൻറ്റ് വരെ എങ്ങനെ എത്തിയെന്നും എല്ലാം ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് വീഡിയോ.